ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജൂലൈ മാസത്തിലെ കുറച്ച് കറണ്ട് അഫയേഴ്സാണ്. പാർട്ട് 1 ആണ്. ജൂലൈയിലെ 1-ാം ആഴ്ചയിലെ കറണ്ട് അഫയേഴ്സാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഏത് രാജ്യത്തിൻ്റെ പുതിയ പ്രധാനമന്ത്രിയാണ് കെയ്ർ സ്റ്റാർമർ? ഏത് രാജ്യത്തിൻ്റെ പുതിയ പ്രധാനമന്ത്രിയാണ് കെയ്ർ സ്റ്റാർമർ? ഉത്തരം ബ്രിട്ടൻ. ബ്രിട്ടനിൽ കൺസർവേറ്റീവ് പാർട്ടിയുടെ 14 വർഷത്തെ ഭരണത്തിന് അന്ത്യം കുറിച്ച് ലേബർ പാർട്ടി അധികാരത്തിൽ വന്നു. ബ്രിട്ടീഷ് പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യ മലയാളി സോജൻ ജോസഫ്. ബ്രിട്ടീഷ് പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യ മലയാളി ആരെന്ന് ചോദിച്ചാൽ സോജൻ ജോസഫ്. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ ധനവകുപ്പിൻ്റെ 800 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി അവർക്ക് വനിതാ മന്ത്രി വന്നു. ആ വനിതാ മന്ത്രിയുടെ പേര് ചോദിക്കുകയാണെങ്കിൽ റേച്ചൽ റീവ്സ്. ധനവകുപ്പിൻ്റെ 800 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായാണ് അവർക്ക് വനിതാ മന്ത്രി കിട്ടുന്നത്. വനിതാ മന്ത്രിയുടെ പേരാണ് റേച്ചൽ റീവ്സ്. അപ്പം നമ്മുടെ ഇന്ത്യയുടെ കരസേനയുടെ പുതിയ ഉപമേധാവിയായിട്ട് ലഫ്റ്റനന്റ് ജനറൽ NS രാജാ സുബ്രഹ്മണ്യ നിയമിതനായി. പുതിയ കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വിവേദി. പുതിയ കരസേനാ മേധാവി ആരെന്ന് ചോദിച്ചാൽ ഉപേന്ദ്ര ദ്വിവേദി. ഇന്ത്യയുടെ നോവൽ സ്റ്റാഫ് ചീഫ് മേധാവി ദിനേശ് കുമാർ ത്രിപാഠി. ഇന്ത്യയുടെ ഇപ്പോഴത്തെ നോവൽ സ്റ്റാഫ് ചീഫ് ദിനേശ് കുമാർ ത്രിപാഠി. ഇന്ത്യൻ നാവികസേനയുടെ വൈസ് ചീഫ്. ഇന്ത്യൻ നാവികസേനയുടെ വൈസ് ചീഫ് കൃഷ്ണ സ്വാമിനാഥൻ. ഇന്ത്യയുടെ എയർ സ്റ്റാഫ് ചീഫ് വിവേക് റാം ചൗധരി. ഇന്ത്യയുടെ സംയുക്ത സൈനിക മേധാവി അനിൽ ചൗഹാൻ. ഒന്നും കൂടെ പറഞ്ഞാൽ, ഇന്ത്യൻ നാവികസേനയുടെ വൈസ് ചീഫ് കൃഷ്ണ സ്വാമിനാഥൻ, ഇന്ത്യയുടെ എയർ സ്റ്റാഫ് ചീഫ് വിവേക് റാം ചൗധരി. ഇന്ത്യയുടെ എയർ സ്റ്റാഫ് ചീഫ് വിവേക് റാം ചൗധരി. ഇന്ത്യയുടെ സംയുക്ത സൈനിക മേധാവി അനിൽ ചൗഹാൻ. 2024 ജൂലൈയിൽ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സിൻ്റെ ചെയർമാനായി നിയമിതനായത് ആര്? 2024 ജൂലൈയിൽ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സിൻ്റെ ചെയർമാനായി നിയമിതനായത് രവി അഗർവാളാണ്. രവി അഗർവാൾ. അടുത്തത് സെൻട്രൽ ബോർഡ് ഓഫ് പരോക്ഷ നികുതി ആൻഡ് കസ്റ്റംസിൻ്റെ ചെയർമാനായി നിയമിതനായത് ആരെന്ന് ചോദിച്ചാൽ സഞ്ജയ് കുമാർ അഗർവാൾ. അപ്പം സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ് ആണെങ്കിൽ രവി അഗർവാളും, സെൻട്രൽ ബോർഡ് ഓഫ് പരോക്ഷ നികുതി ആൻഡ് കസ്റ്റംസിൻ്റെ ചെയർമാനായി നിയമിതനായത് സഞ്ജയ് കുമാർ അഗർവാളുമാണ്. അടുത്ത് ജാർഖണ്ഡ് മുഖ്യമന്ത്രി ആയിരുന്ന ചമ്പൈ സോറൻ രാജിവെച്ചതിനെ തുടർന്ന് സംസ്ഥാനത്തിൻ്റെ പുതിയ മുഖ്യമന്ത്രിയായത് ഹേമന്ത് സോറൻ. അപ്പോൾ ജാർഖണ്ഡിൻ്റെ പുതിയ മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ ഹേമന്ത് സോറൻ. ജാർഖണ്ഡിലെ ഇപ്പോഴത്തെ ഗവർണർ CP രാധാകൃഷ്ണൻ. ഏത് സംസ്ഥാനത്തിൻ്റെ വൈസ് ചാൻസലർമാരെയാണ് ഇനി മുതൽ കുലഗുരു എന്നറിയപ്പെടുന്നത്? മധ്യപ്രദേശ്. ഏത് സംസ്ഥാനത്തിൻ്റെ വൈസ് ചാൻസലർമാരെയാണ് ഇനി മുതൽ കുലഗുരു എന്നറിയപ്പെടുന്നത്? മധ്യപ്രദേശ്. മധ്യപ്രദേശിൻ്റെ നിലവിലെ മുഖ്യമന്ത്രി മോഹൻ യാദവ്. മറ്റു ചില സംസ്ഥാനങ്ങളും പേരുമാറ്റത്തിൽ താൽപ്പര്യം പ്രകടിപ്പിച്ച് വിശദാംശങ്ങൾ തേടിയതായി മുഖ്യമന്ത്രി പറഞ്ഞു. അപ്പം മധ്യപ്രദേശിൻ്റെ മുഖ്യമന്ത്രി മോഹൻ യാദവ്. 2024 സൗരയൂഥത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതമായ ഒളിമ്പസ് മോൺസിൻ്റെ ചിത്രം പകർത്തിയ നാസയുടെ ഓർബിറ്റർ മാർസ് ഒഡീസി. ഒന്നും കൂടെ പറഞ്ഞാൽ, 2024 സൗരയൂഥത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതമായ ഒളിമ്പസ് മോൺസിൻ്റെ ചിത്രം പകർത്തിയ നാസയുടെ ഓർബിറ്റർ മാർസ് ഒഡീസി. സൗരയൂഥത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഒളിമ്പസ് മോൺസ്. ചൊവ്വയിലാണ് ഈ പർവ്വതം സ്ഥിതി ചെയ്യുന്നത്. 2024 ജൂണിൽ നാസ വിക്ഷേപിച്ച കാലാവസ്ഥ ഉപഗ്രഹമാണ് ഗോസ്-യു. 2024 ജൂണിൽ നാസ വിക്ഷേപിച്ച കാലാവസ്ഥ ഉപഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ ഗോസ്-യു. ജിയോ സ്റ്റേഷനറി ഓപ്പറേഷണൽ എൻവറോൺമെൻറ്റൽ സാറ്റലൈറ്റ്സ് എന്നാണ് ഇതിൻ്റെ പൂർണ്ണരൂപം. അപ്പം ഗോസ്-യു നാസ വിക്ഷേപിച്ച കാലാവസ്ഥ ഉപകരണമാണ് ഗോസ്-യു. ജിയോ സ്റ്റേഷനറി ഓപ്പറേഷണൽ എൻവറോൺമെൻറ്റൽ സാറ്റലൈറ്റ്സ് എന്നാണ് ഇതിൻ്റെ ഒരു പൂർണ്ണരൂപം. ഒരു കാലാവസ്ഥ ഉപഗ്രഹമാണ് അവർ വിക്ഷേപിച്ച സ്ഥലം
ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെൻ്ററാണ്. 2024 ജൂൺ 25 ഇവർ വിക്ഷേപിച്ചത് വാഹനം സ്പേസ് എക്സിൻ്റെ ഫാൽക്കൺ ഹെവി റോക്കറ്റ്. 2024 ഹാലോ ഓർബിറ്റിൽ ആദ്യ ഭ്രമണം പൂർത്തിയാക്കിയ ഇന്ത്യയുടെ സൗരദൗത്യം ആദിത്യ L1. 2024 ഹാലോ ഓർബിറ്റിൽ ആദ്യ ഭ്രമണം പൂർത്തിയാക്കിയ ഇന്ത്യയുടെ സൗരദൗത്യം ആദിത്യ L1 തടസ്സങ്ങളില്ലാതെ ഹാലോ ഓർബിറ്റ് സഞ്ചാരം പൂർത്തിയായെന്നും രണ്ടാം ഹാലോ ഓർബിറ്റിലേക്ക് പ്രവേശിച്ചുവെന്നും ISRO പറഞ്ഞു. 2024 ഹാലോ ഓർബിറ്റിൽ ആദ്യ ഭ്രമണം പൂർത്തിയാക്കിയ ഇന്ത്യയുടെ സൗരദൗത്യമാണ് ആദിത്യ L1. 2024 ജനുവരി 6 ഈ ആദിത്യ L1 ഹാലോ ഓർബിറ്റിലേക്ക് പ്രവേശിച്ചത്. അടുത്തത് ISROയും നാസയും സംയുക്തമായി വികസിപ്പിക്കുന്ന റഡാർ ഇമേജിംഗ് സാറ്റലൈറ്റ് നൈസാർ എന്നത് നാസ ISRO സിന്തറ്റിക് അപ്പർച്ചർ റഡാർ എന്നതിൻ്റെ ചുരുക്കപ്പേരാണ്. അപ്പം നൈസാറിൻ്റെ ചുരുക്കപ്പേര് നോക്കി വെച്ചിരിക്കുക. നൈസാർ എന്നത് നാസ ISRO സിന്തറ്റിക് അപ്പർച്ചർ റഡാർ എന്നതിൻ്റെ ചുരുക്കപ്പേരാണ്. ISROയും നാസയും സംയുക്തമായി വികസിപ്പിക്കുന്ന റഡാർ ഇമേജിംഗ് സാറ്റലൈറ്റാണ് നൈസാർ. അടുത്ത ചോദ്യം, ഇന്ത്യൻ ആർമിയും റോയൽ തായ് ആർമിയും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസം മൈത്രി 2024. ഇന്ത്യൻ ആർമിയും റോയൽ തായ് ആർമിയും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസം മൈത്രി 2024. തായ്ലൻഡിലെ തക് പ്രവിശ്യയാണ് മൈത്രി 2024 സൈനിക അഭ്യാസത്തിന് വേദിയായത്. ഇന്ത്യൻ ആർമിയും റോയൽ തായ് ആർമിയും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ് മൈത്രി 2024. തായ്ലൻഡിലെ തക് പ്രവിശ്യയാണ് മൈത്രി 2024 സൈനിക അഭ്യാസത്തിന് വേദിയായത്. അടുത്ത ചോദ്യം, 2024 ജൂലൈയിൽ നടന്ന നോമാഡിക് എലിഫൻറ്റ് സൈനിക അഭ്യാസത്തിൻ്റെ വേദി ഉംറോയ് മേഘാലയയിലെ ഉംറോയ് എന്ന സ്ഥലത്തിലാണ് 2024 ജൂലൈയിൽ നടന്ന നോമാഡിക് എലിഫൻറ്റ് സൈനിക അഭ്യാസത്തിൻ്റെ വേദി. അപ്പോൾ ഈ 2024 ജൂലൈയിൽ നടന്ന നോമാഡിക് എലിഫൻറ്റ് സൈനിക അഭ്യാസം ഇന്ത്യയും മംഗോളിയയും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമായിരുന്നു. ഇത് 16ാമത് എഡിഷനായിരുന്നു. അടുത്ത ചോദ്യം, അടുത്തിടെ ഇന്ത്യ വികസിപ്പിച്ച ആണവ പോർമുന കഴിഞ്ഞാൽ ഏറ്റവും മാരകശേഷിയുള്ള സ്ഫോടക വസ്തു സെബെക്സ് 2. നാഗ്പൂരിലെ ഇക്കണോമിക് എക്സ്പ്ലോസീവ് ലിമിറ്റഡാണ് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽ വികസിപ്പിച്ചത്. 2024 5 സൈനികരുടെ മരണത്തിനും സൈനിക ടാങ്കായ T-72 ഒഴുക്കിൽപ്പെടാനും കാരണമായ വെള്ളപ്പൊക്കമുണ്ടായ കിഴക്കൻ ലഡാക്കിലെ നദിയാണ് ഷൈയോക്ക് SHYOK. അടുത്തിടെ ഇന്ത്യ വികസിപ്പിച്ച ആണവ പോർമുന കഴിഞ്ഞാൽ ഏറ്റവും മാരകശേഷിയുള്ള സ്ഫോടക വസ്തുവാണ് സെബെക്സ് 2. നാഗ്പൂരിലെ ഇക്കണോമിക് എക്സ്പ്ലോസീവ് ലിമിറ്റഡാണ് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽ വികസിപ്പിച്ചത്. 2024 5 സൈനികരുടെ മരണത്തിനും സൈനിക ടാങ്കായ T-72 ഒഴുക്കിൽപ്പെടാനും കാരണമായ വെള്ളപ്പൊക്കമുണ്ടായ കിഴക്കൻ ലഡാക്കിലെ നദിയാണ് ഷൈയോക്ക്. അടുത്തത് പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഭാരതീയ ന്യായ സംഹിത. അത് ഈ വരും പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. പുതിയ ക്രിമിനൽ നിയമമായ ഭാരതീയ ന്യായ സംഹിത പ്രകാരം രാജ്യത്ത് ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തത് എവിടെയാണ്? ഗ്വാളിയോർ, മധ്യപ്രദേശ്. പുതിയ ക്രിമിനൽ നിയമമായ ഭാരതീയ ന്യായ സംഹിത പ്രകാരം രാജ്യത്ത് ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തത് ഗ്വാളിയോർ, മധ്യപ്രദേശ്. ഭാരതീയ ന്യായ സംഹിത പ്രകാരമുള്ള കേരളത്തിലെ ആദ്യ കേസ് മലപ്പുറം കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷനിൽ. ഭാരതീയ ന്യായ സംഹിത പ്രകാരമുള്ള കേരളത്തിലെ ആദ്യ കേസ് മലപ്പുറം കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷനിൽ. പുതിയ ക്രിമിനൽ നിയമപ്രകാരം പോലീസ് റിമാൻഡ് കാലാവധി പരമാവധി എത്ര ദിവസമാണ്? 15 ദിവസം. പുതിയ ക്രിമിനൽ നിയമപ്രകാരം പോലീസ് റിമാൻഡ് കാലാവധി പരമാവധി എത്ര ദിവസമാണ്? 15 ദിവസമാണ് പരമാവധി റിമാൻഡ് കാലാവധി പുതിയ ക്രിമിനൽ നിയമപ്രകാരം. അടുത്ത ചോദ്യം, FIR രജിസ്റ്റർ ചെയ്ത് പരമാവധി എത്ര വർഷത്തിനകം സുപ്രീം കോടതിയിൽ നിന്ന് നീതി ലഭിക്കും? 3 വർഷം. സ്റ്റേഷൻ പരിധി നോക്കാതെ ഏത് സ്റ്റേഷനിലും FIR രജിസ്റ്റർ ചെയ്യാവുന്ന സംവിധാനം സീറോ FIR സംവിധാനം. എന്തിനാണ് സീറോ FIR സംവിധാനം എന്ന് ചോദിച്ചാൽ, സ്റ്റേഷൻ പരിധി നോക്കാതെ ഏത് സ്റ്റേഷനിലും FIR രജിസ്റ്റർ ചെയ്യാനുള്ള സംവിധാനമാണ് സീറോ FIR സംവിധാനം.
2023 ഡിസംബറിൽ പാർലമെൻറ്റിൽ പാസാക്കിയ പുതിയ ക്രിമിനൽ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുന്നത് ജൂലൈ 1, 2024. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന് പകരമാണ് ഭാരതീയ ന്യായ സംഹിത ക്രിമിനൽ നടപടിച്ചട്ടത്തിന്, അതായത് CRPC, അതിന് പകരമായി ഭാരതീയ നാഗരിക് സുരക്ഷ സംഹിത. ഇന്ത്യൻ എവിഡൻസ് ആക്ടിന് പകരമായിരിക്കും ഭാരതീയ സാക്ഷി. ഒന്നും കൂടെ പറഞ്ഞാൽ, FIR രജിസ്റ്റർ ചെയ്ത് പരമാവധി എത്ര വർഷത്തിനകം സുപ്രീം കോടതിയിൽ നിന്ന് നീതി ലഭിക്കും? 3 വർഷം. സ്റ്റേഷൻ പരിധി നോക്കാതെ ഏത് സ്റ്റേഷനിലും FIR രജിസ്റ്റർ ചെയ്യാവുന്ന സംവിധാനമാണ് സീറോ FIR സംവിധാനം. 2023 ഡിസംബറിൽ പാർലമെൻറ്റിൽ പാസാക്കിയ പുതിയ ക്രിമിനൽ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുന്നത് ജൂലൈ 1, 2024. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന് പകരമാണ് ഭാരതീയ ന്യായ സംഹിത. ക്രിമിനൽ നടപടി ചട്ടത്തിന് പകരമായി ഭാരതീയ നാഗരിക് സുരക്ഷ സംഹിത. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന് പകരം ഭാരതീയ ന്യായ സംഹിതയും, ക്രിമിനൽ നടപടി ചട്ട CRPCക്ക് പകരം ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയും, ഇന്ത്യൻ എവിഡൻസ് ആക്ടിന് പകരമായിരിക്കും ഭാരതീയ സാക്ഷി. അടുത്ത ചോദ്യം, LP സ്കൂൾ കുട്ടികൾക്കായി നടപ്പിലാക്കുന്ന സമഗ്ര ആരോഗ്യ കായിക വിദ്യാഭ്യാസ പദ്ധതി ഹെൽത്തി കിഡ്സ്. LP സ്കൂൾ കുട്ടികൾക്കായി നടപ്പിലാക്കുന്ന സമഗ്ര ആരോഗ്യ കായിക വിദ്യാഭ്യാസ പദ്ധതി ഹെൽത്തി കിഡ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കിയത് ജൂൺ 30 മുതൽ ജൂലൈ 6 വരെയുള്ള കറണ്ട് അഫയേഴ്സാണ്. അതിൻ്റെ പാർട്ട് 1 ആണ്. അതിലെ പാർട്ട് 2മായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.